ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മഞ്ഞക്കൂരി കൊണ്ടുള്ള ഒരു ആറ്റുമീൻ കറിയാണ്. ഒരു മൺചട്ടിയിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിൽ 1/4 ടീസ്പൂണ് ഉലുവയും ഇട്ട് പൊട്ടിക്കുക. അതിലേക്ക് ഒരു 12 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് വഴറ്റുക. അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. മഞ്ഞക്കൂരി പുഴമീൻ ആയതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ചെല്ലുമ്പോൾ ആ പുഴമീൻ്റെ മണമൊക്കെ മാറി അതിലേക്ക് ഒരു ഫ്രഷ് സ്മെല്ല് വരും. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് വഴറ്റുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവയ്ക്കും കൂടി ചേർക്കുക. കായപ്പൊടി ഒരു 1/4 ടീസ്പൂണും ചേർക്കണം. ഒരു തക്കാളി കൂടി അരിഞ്ഞ് ചേർത്തതിന് ശേഷം 6 കുടംപുളി കൂടി ചേർക്കുക. കുടംപുളി നന്നായിട്ട് കഴുകി വേണം യൂസ് ചെയ്യാൻ. ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി തിളയ്ക്കാനായിട്ട് വെക്കുക. ഞാൻ പിന്നെ 1 ഗ്ലാസും കൂടെ വെള്ളം പിന്നെയും ചേർത്തായിരുന്നു. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക. അത് തിളച്ച് നന്നായിട്ട് കട്ടിയായിട്ട് വരുമ്പോൾ മീൻ പ്ലേസ് ചെയ്ത് വെക്കുക.
10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. അതിനുശേഷം 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിനുശേഷം മാത്രമേ എടുക്കാവൂ. എന്നാലേ നല്ല മണവും രുചിയൊക്കെ ഉണ്ടാകത്തുള്ളൂ. ആ അരപ്പൊക്കെ ആ മീനെ ചേർന്ന് ഒരു നല്ല മണവും രുചിയൊക്കെ വരണമെങ്കിൽ 1 മണിക്കൂർ വെച്ചേ പറ്റത്തുള്ളൂ. ഓക്കേ. അപ്പോൾ സ്വാദിഷ്ടമായ കൊതിയൂറുന്ന മണമുള്ള മഞ്ഞക്കൂരിയുടെ മീൻകറി റെഡി. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.